ആരാണ്? എന്റെ ചോദ്യം SFIയുടെ പ്രതിനിധിയോടാണ്. ഓക്കെ, ജോമോനെ ടെൻഷനോ തൂറാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പോകണം. അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സമയം കാണത്തില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം. അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങിയല്ലേ? എന്നാ തുടങ്ങാം. നിങ്ങളോട് ഞാൻ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, കാരണം അതിൽ നിങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? പെട്ട് നമ്മള് പെട്ട് ചോദിക്കൂ. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഞാൻ എന്താ പറയാൻ വന്നത് മനസ്സിലാക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇപ്പൊ വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നോ അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രി ഇലക്ഷനാണോ? ഇത് മുഖ്യമന്ത്രി ഇലക്ഷനാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ SFIന്റെ പ്രതിനിധിയാണോ നിൽക്കുന്നത്? അത് പറഞ്ഞാൽ യുവത്വങ്ങളെ പ്രതിനിധിച്ചാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. SFI എന്ന് പറയുമ്പോൾ അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതെ ഇന്ന് പാലക്കാട് 90% സ്റ്റുഡൻസും ഇന്ന് പാലക്കാടിന്റെ കേരളത്തിന് അപ്പുറം ബോർഡറിന് അപ്പുറമാണ് പഠിക്കുന്നത്. ചോദ്യം കംപ്ലീറ്റ് ചെയ്ത് സമയം പോവാണ്. എന്തുകൊണ്ട് ആൾക്കാർ ബോർഡർ വിട്ട് വെളിയിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു? കഴിഞ്ഞിട്ടില്ല. 2 മിനിറ്റ് വേഗം ചോദിക്കൂ. ഇവിടുന്ന് പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നില്ല? രണ്ടാമത്തെ ചോദ്യം, ഇത് അഥവാ പഠിച്ചു തീർത്താൽ ഇവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാൻ ഒരു സംരംഭം ഇവിടെ ഉണ്ടോ? മറുപടി എന്നതിലും പറയണമായിരുന്നോ? ഒന്നും പറയണ്ട. ആ പഴമെടുത്ത് വിഴുങ്ങി അവിടെ ഇരുന്നോ. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് അവസാനിപ്പിക്കൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.